ഹലോ ഗേയ്സ് സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ വേലറൻ ചലഞ്ചേഴ്സ് സൗത്ത് ഏഷ്യ സ്പ്ലിറ്റ് 1 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 വീക്കോളം നീണ്ടു നിൽക്കുന്ന സ്പ്ലിറ്റ് 1 മത്സരങ്ങളായിരുന്നു ഈ ഒരു വേലറൻ ചലഞ്ചേഴ്സിൽ ഉണ്ടായിരുന്നത്. അവിടെ വെലോസിറ്റി ഗെയിമിങ് അൺബീറ്റഡ് ആയിട്ട് ഈ ഒരു സ്പ്ലിറ്റ് 1ന്റെ ചാമ്പ്യൻ ആയിരിക്കുകയാണ്. 7 മാച്ചുകളിൽ 7 മാച്ചും വിൻ ചെയ്തുകൊണ്ടാണ് വെലോസിറ്റിയുടെ ആ ഒരു ഡോമിനേഷൻ നമുക്ക് ഈ ഒരു വേലറൻ ടൂർണമെന്റിൽ കാണാനായിട്ട് സാധിച്ചത്. ഇതിന് ചാമ്പ്യന്മാരായിക്കൊണ്ട് 12 ലക്ഷം രൂപയും വെലോസിറ്റി സ്വന്തമാക്കി. സെക്കൻഡ് എത്തിയത് RNTX ആണ്. ഒരു തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് RNTX എത്തിയത്. 6,40,000 രൂപ അവരും സ്വന്തമാക്കിയ തേർഡ് പൊസിഷനിൽ ഒറാങ്കുട്ടാൻ എത്തിയിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപ അവരും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് 1 അവസാനിച്ചു. ഇനി വരുന്ന വീക്കിൽ സ്പ്ലിറ്റ് 2 മത്സരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും ഈ ഒരു ലെവലിലുള്ള പ്രൈസ് പൂളും ഈ ഒരു വേറെ ടൂർണമെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ നമ്മളെ BGISന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഡേ 2 മത്സരങ്ങൾ അവസാനിച്ചു. ഗ്രൂപ്പ് ബിയുടെയും ഗ്രൂപ്പ് സിയുടെയും ടോട്ടൽ 6 മാച്ചുകളാണ് മൊത്തത്തിൽ അവസാനിച്ചത്. നമുക്ക് ഇന്നലത്തെ ആ ഒരു മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ടീം തമിഴാസിന്റെ ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഡേ 1 അവസാനിച്ചോടത്ത് തന്നെ തമിഴാസ് തുടങ്ങിയിരിക്കുകയാണ്. ലാസ്റ്റ് നോണക്സിനെയും ഗോളിലേക്കിനെയൊക്കെ തീർത്തുകൊണ്ട് ഒരു അടിപൊളി ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. 14 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. ഗോളിലേക്ക് 10 പോയിന്റും നമ്മുടെ മല്ലു ഓർഗയുള്ള നോണക്സ് 12 പോയിന്റും അവിടെ സ്വന്തമാക്കി. മാച്ച് 2 മാസ്റ്റർ മൈൻഡ് മാവറിക്കിന്റെ വക ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഫിനിഷസുകൾ അവർ വാരി കൂട്ടുകയാണ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടീം എഗിയും തീർത്തുകൊണ്ട് 21 ഫിനിഷസോട് കൂടിയുള്ള ഒരു 30 ബമ്പർ പെർഫോമൻസ് ആണ് മാസ്റ്റർ മൈൻഡ് മാവറിക്ക് സ്വന്തമാക്കിയത്. ടീം എഗി അവിടെ 17 പോയിന്റും നമ്മുടെ നോണക്സ് 2 പോയിന്റും സ്വന്തമാക്കി. മാച്ച് 3 NRI സ്പോർട്സിന്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് RNTXനെ തീർത്തുകൊണ്ട് 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് NRI സ്പോർട്സ് സ്വന്തമാക്കിയത്. NRI സ്പോർട്സ് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു NRI സ്പോർട്സ് എന്ന് പറഞ്ഞ പേര് നമ്മളെ മല്ലു ഓർഗിന്റെ പേരാണ്. പക്ഷെ പ്ലേയേഴ്സും ഈ ഒരു ഓർഗും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. ഈ ഒരു പ്ലേയേഴ്സിനെ ആൾറെഡി NRI സ്പോർട്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈ ഒരു പ്ലേയേഴ്സിനെതിരെ ആൾറെഡി ഒരുപാട് ഹാക്കിംഗ് അലിഗേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സ്നേഹലിന്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഒഫീഷ്യൽസ് പറയാതെ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. റവനന്റ് എക്സ്പാർക്ക് ഈ ഒരു മാച്ചിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ സാറങ്ങിന്റെ ഒരു അടിപൊളി 1v4 ക്ലച്ചും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ 15 പോയിന്റ് അവരും സ്വന്തമാക്കി. നോണക്സ് 6 പോയിന്റ് ആണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. മാച്ച് പോലും നമുക്ക് അടുത്ത ഗ്രൂപ്പിന്റെ മത്സരങ്ങൾ കാണാനായിട്ട് സാധിച്ചു. അവിടെ സാൻഹോക്കിൽ നമുക്ക് ഗ്ലിച്ചെക്സ് റീബോണ്ട് ആ ഒരു ചിക്കനിന്റെ പെർഫോമൻസ് ആണ് കാണാനായിട്ട് സാധിച്ചത്. ലാസ്റ്റ് ഫോറമുമായിട്ടുള്ള ആ ഒരു 1v1 ഫൈറ്റിൽ ഗ്ലിച്ചെക്സ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കാണ്. 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ഫോറം 14 പോയിന്റും സ്വന്തമാക്കി. നമ്മളെ റോയൽ എംബറർ നമ്മളെ മല്ലു ഓർഗ് 5 പോയിന്റും സോള് 4 പോയിന്റുമാണ് സ്വന്തമാക്കിയത്. മാച്ച് 5 TWBയുടെ വക ഒരു മിറാമറിൽ 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് സോൺ വരെ നീണ്ടു നിന്ന മത്സരത്തിൽ ലാസ്റ്റ് റോയൽ എംബറിനെ തീർത്തുകൊണ്ടാണ് TWB ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. നമ്മളെ മല്ലു ഓർഗയുള്ള റോയൽ എംബറിന് നല്ലൊരു സോൺ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അത് അവർ നല്ല രീതിയിൽ കീപ്പ് ചെയ്തു. പക്ഷെ ആ ഒരു ഫൈനൽ ഫൈറ്റ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചില്ല. 12 പോയിന്റ് സ്വന്തമാക്കിയ സോള് വെറും 2 പോയിന്റാണ് സ്വന്തമാക്കിയത്. ആ ഒരു ലാസ്റ്റ് 5ാമത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സോളിന്റെ പ്രതീക്ഷകൾ മൊത്തം അവസാനിച്ചു. ആ ഒരു സെമിയിലേക്ക് ക്വാളിഫിക്കേഷൻ ഡയറക്റ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. പക്ഷെ ലാസ്റ്റ് മാച്ചിൽ സോളിന്റെ ആ ഒരു ഡോമിനേറ്റിംഗ് അഗ്രസീവ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു സോളിന്റെ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനാണ് ടീം സോള് അവിടെ സ്വന്തമാക്കിയത്. 25 പോയിന്റ് സ്വന്തമാക്കി. 8 ബിറ്റിനും മച്ച് നീഡർ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ലെവലിൽ തന്നെ ലാസ്റ്റ് ആഷ് ആ ഒരു ഫിനിഷസുകൾ സ്വന്തമായിക്കൊണ്ട് ടീമിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് സ്വന്തമാക്കി. അങ്ങനെ 11 പോയിന്റ് സ്വന്തമാക്കി. റോയൽ എംബറിനും ഇമ്പോർട്ടൻറ്റ് മാച്ച് ആയിരുന്നു. പക്ഷെ അവിടെ ആ ഒരു പോയിന്റ്സ് അവർക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. വെറും 1 പോയിന്റ് മാത്രമേ അവർക്ക് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ ഗ്രൂപ്പ് ബിയുടെയും ഗ്രൂപ്പ് സിയുടെയും മൊത്തം പോയിന്റ്സ് അല്ലെങ്കിൽ മൊത്തം മാച്ചുകൾ അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ മൈൻഡ് മാവറിക്കാണ് ഒരു ടോപ്പിൽ നിൽക്കുന്ന 65 പോയിന്റായിട്ട്. സെക്കൻഡ് NRI സ്പോർട്സ് നിൽക്കുന്നുണ്ട് 64 പോയിന്റായിട്ട്. തേർഡ് ടീം തമിഴാസ് നിൽക്കുന്നുണ്ട് 63 പോയിന്റുമായിട്ട്. ഇതിൽ നിന്നും ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 64 ടീം, അതായത് ഇനിയും 2 ഗ്രൂപ്പുകളുടെ മത്സരങ്ങൾ വരാനുണ്ട്. അങ്ങനെ ടോട്ടൽ 64 ഗ്രൂപ്പുകൾ ടീമിന്റെയും
ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കി അതിൽ നിന്ന് ടോപ്പ് 16 ടീമുകളാണ് സെമി ഫൈനൽസിന്റെ വീക്ക് 1ലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ബാക്കിയുള്ള ടീമുകളോട് പുറത്തായി പോകുന്നില്ല. അവർക്കൊരു സെക്കൻഡ് ചാൻസ് എന്നുള്ള രീതിയിൽ വൈൽഡ് കാർഡിലും കളിക്കാനുള്ള ഒരു അവസരങ്ങൾ കിട്ടുന്നുണ്ട്. വൈൽഡ് കാർഡിൽ നിന്നും വീണ്ടും വീക്ക് 1ലേക്ക് ക്വാളിഫൈ ആവാനുള്ള ഒരു അവസരം കിട്ടും. അതായത് എല്ലാ ടീമുകൾക്കും ഒരു സെക്കൻഡ് ചാൻസും വരുന്നുണ്ട്. പക്ഷെ ആ സെക്കൻഡ് ചാൻസിലും പുറത്തായി കഴിഞ്ഞാൽ ഡയറക്റ്റ് എലിമിനേഷൻ ആയിരിക്കും. അപ്പൊ നമ്മളുടെ ഇതിൽ ഇപ്പൊ ടോപ്പ് 5 നിൽക്കുന്ന ടീമുകളൊക്കെ സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മളെ മല്ലു ഓർഗയുള്ള റോയൽ എംപറർ 12ാം സ്ഥാനത്താണ് വിൻ ചെയ്തത് 44 പോയിന്റ്. അവർക്ക് ഇനി ചാൻസ് ഇല്ല, വൈൽഡ് കാർഡിൽ മാത്രമേ ഇനി ചാൻസ് ഉള്ളൂ. ഒപ്പം തന്നെ സോള് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേ 1 മോശം പെർഫോമൻസ് ആയിരുന്നു. ഡേ 2 ഫസ്റ്റ് 2 മാച്ചും മോശമായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ മാത്രമേ കളിക്കാനായിട്ട് സാധിച്ചുള്ളൂ. സ്റ്റിൽ ആ ഒരു 14ാം സ്ഥാനത്ത് എത്തി 40 പോയിന്റ് ആയിട്ട് അവർക്കും സെമിയിലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇനി വൈൽഡ് കാർഡിൽ കളിച്ചുകൊണ്ട് സെമി ഫൈനൽസിലേക്കുള്ള ചാൻസ് അവർക്കും ഉള്ളൂ. ആൻഡ് ഗോൾ ലൈക്കിന്റെയും സെയിം അവസ്ഥ തന്നെയാണ്. 17ാം സ്ഥാനത്താണ് അവരെത്തിയത് 35 പോയിന്റ് ആയിട്ട്. അവരും ഇനി വൈൽഡ് കാർഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമ്മളെ നോണെക്സും വൈൽഡ് കാർഡിലേക്കാണ് ഇനി വരാനിരിക്കുന്നത് 29 പോയിന്റ് അവർ സ്വന്തമാക്കിയത്. അങ്ങനെ ഒരുപാട് ടോപ്പ് ടീമുകൾ നമുക്കിനി വൈൽഡ് കാർഡിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അവിടെ അവർക്ക് എല്ലാവർക്കും ലാസ്റ്റ് ചാൻസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി ഇന്ന് നമുക്ക് ക്വാർട്ടർ ഫൈനൽസിൽ ഗ്രൂപ്പ് എയുടെയും ഡിയുടെയും മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമ്മളെ മാക്കും സാരക്സിന്റെ ടീമായ ലിഗിതയൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അവരൊക്കെ ഒരു ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ കാൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ മേജേഴ്സ് ചൈനയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഇന്ത്യയിൽ നിന്നും മെസ്സേറ്റുകളും ഗോളിലേക്കും മത്സരിക്കുന്നുണ്ട്. ഒരു ഫാൻ ഫൈറ്റും അല്ലെങ്കിൽ ഫാൻ ഫേവറേറ്റ് മത്സരങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഡേ 2 മത്സരത്തിൽ നമ്മളെ ഗോളിലേക്ക് വിൻ ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ MTGയെ 3-1 തോൽപ്പിച്ചുകൊണ്ടാണ് ഗോളിലേക്ക് ആ ഒരു മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. SA2ലെ മാച്ച് എടുക്കുകയാണെങ്കിൽ തുടക്കം നൈസായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റിലേക്ക് ആ ഒരു അവിടെ നിന്നും അവരുടെ കയ്യിൽ നിന്ന് പതറി പോവാണ്. DVSുമായിട്ട് 3-2 SA2 തോൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ് സ്റ്റേജ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയും മത്സരങ്ങളുണ്ട്. SA2 നല്ലൊരു കംബാക്കും ഗോളിലേക്ക് ആ ഒരു ഡോമിനേഷനും ഇനി കാഴ്ചവെക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ വാച്ച് പാർട്ടിയൊക്കെ നിങ്ങൾക്ക് സിദ്ധിന്റെയും അതേപോലെ ഗോൾ ലൈക്കിന്റെ പ്ലേയേഴ്സിന്റെയും യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ ഗൈസ്.